സാധാരണയായി നിക്ഷേപകർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് എന്താണ് ബോണ്ടുകൾ, എന്താണ് ഡിബഞ്ചേഴ്സ്. അതിനെപ്പറ്റിയാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു Dr.SiP Financial Tutorials. എൻ്റെ പേര് ഫിലിപ്പ് ചെറിയാൻ. ദിസ് വീഡിയോ ഈസ് പവേഡ് ബൈ ദി ഓഫേഴ്സ്. ഗവൺമെന്റ് സ്ഥാപനങ്ങളോ കമ്പനികളോ അവരുടെ പ്രവർത്തന മൂലധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുകയോ അവയുടെ ഓഹരിയുടെ ഒരു ഭാഗം വിറ്റഴിക്കുകയോ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ ഇറക്കി പൊതുജനങ്ങളിൽ നിന്നോ മറ്റ് കമ്പനികളിൽ നിന്നോ നിക്ഷേപം സ്വീകരിക്കുകയാണ് പതിവ്. ഇങ്ങനെ കടപ്പത്രങ്ങൾ ഇറക്കി പണം സമാഹരിക്കുന്നതിനുള്ള രണ്ട് മാർഗങ്ങളാണ് ബോണ്ടുകളും ഡിബഞ്ചറുകളും. രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും പല വ്യത്യാസങ്ങളുമുണ്ട്. ഗവൺമെന്റോ ഗവൺമെന്റ് ഏജൻസികളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ഇറക്കുന്ന കടപ്പത്രങ്ങളെയാണ് ബോണ്ടുകൾ എന്ന് വിളിക്കുന്നത്. സാധാരണയായി പ്രൈവറ്റ് കമ്പനികൾ ഇറക്കുന്ന കടപ്പത്രങ്ങളെയാണ് ഡിബഞ്ചറുകൾ എന്ന് വിളിക്കുന്നത്. സാധാരണയായി ബോണ്ടുകൾ ഇറക്കുന്നത് ദീർഘകാല മൂലധന സമാഹരണത്തിന് വേണ്ടിയാണ്. എന്നാൽ ഡിബഞ്ചറുകൾ കമ്പനികളുടെ ചെറിയ കാലയളവിലേക്കുള്ള മൂലധന സമാഹരണത്തിന് വേണ്ടിയാണ് ഇറക്കാറുള്ളത്. ബോണ്ടുകൾ വളരെ സുരക്ഷിതമാണ്. കാരണം അവ ഇറക്കുന്ന സ്ഥാപനങ്ങളുടെ ആസ്തികളുടെ ഈടിന്മേലാണ് അവർ നിക്ഷേപം സ്വീകരിക്കുന്നത്. എന്നാൽ ഡിബഞ്ചറുകൾ സെക്യൂർഡും അൺസെക്യൂർഡുമുണ്ട്. കൂടുതലും അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആണ് കമ്പനികൾ പുറത്തിറക്കാറുള്ളത്. അത് ആ കമ്പനികളുടെ സൽപ്പേരിനെയും അവർക്ക് റേറ്റിംഗ് ഏജൻസീസ് നൽകിയിട്ടുള്ള റേറ്റിങ്ങിനെയും ആശ്രയിച്ചാണ് വിറ്റുപോകുന്നത്. അതിനാൽ ബോണ്ടുകളായിരിക്കും ഡിബഞ്ചറുകളേക്കാൾ കൂടുതൽ സുരക്ഷിതമുള്ളത്. ബോണ്ടുകൾ സാധാരണയായി മാസം തോറുമോ 3 മാസം കൂടിയിരിക്കുമ്പോഴോ അർദ്ധവാർഷികമോ വാർഷികവുമായിട്ടാണ് പലിശകൾ നൽകാറുള്ളത്. എന്നാൽ ഡിബഞ്ചറുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അത് അവരുടെ പെർഫോമൻസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവർ രണ്ടും നൽകുന്ന ലാഭത്തെ പലിശ എന്നല്ല കൂപ്പൺ എന്നാണ് വിളിക്കുന്നത്. ഡിബഞ്ചറുകൾക്ക് ബോണ്ടുകളേക്കാൾ റിസ്ക് കൂടുതലായതിനാൽ സാധാരണയായി അവ ബോണ്ടുകളേക്കാൾ കൂടുതൽ ലാഭം നൽകുന്നു. ഡിബഞ്ചറുകളിൽ 2 തരം ഡിബഞ്ചറുകളുണ്ട്. പുറത്തിറക്കിയ കമ്പനികളുടെ ഓഹരികളാക്കി മാറ്റുവാൻ കഴിയുന്ന കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, അങ്ങനെ ഓഹരികളാക്കാൻ കഴിയാത്ത NCD അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ കേരളത്തിലെ പല പ്രമുഖ കമ്പനികളും ഈ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ NCDകൾ ഇറക്കാറുണ്ട്. എന്നാൽ ബോണ്ടുകളെ ഇങ്ങനെ ഓഹരികളാക്കി മാറ്റുവാൻ കഴിയുകയില്ല. ഇതിൽ നിന്നെല്ലാം ബോണ്ടുകളും ഡിബഞ്ചറുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയും PMSകളെ പറ്റിയും കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ ചെങ്ങന്നൂരിലെയോ കൊച്ചിയിലെയോ ഓഫീസുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ടെലിഫോൺ മുഖേനയോ ഇമെയിൽ മുഖേനയോ വെബ്സൈറ്റ് മുഖേനയോ ബന്ധപ്പെടുകയോ ചെയ്യുക. സാമ്പത്തിക മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.